യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് അഡ്രിയാറ്റിക് കടലിനും ബാൽക്കൻ പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതിചെയ്യുന്നു. അതുല്യമായ ചരിത്രമുള്ള ഒരു രാജ്യം സ്ഥിതിചെയ്യുന്നു. ഒരു കാലത്ത് നിലവിലുള്ള അവസ്ഥയെ ധിക്കരിച്ച് ലോകത്തിലെ ആദ്യത്തെ നിരീശ്വര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെട്ട ഒരു രാഷ്ട്രം. എൻവർ ഹോക്സയുടെ ഉരുക്കുമുഷ്ടി ഭരണത്തിൻ കീഴിൽ അൽബേനിയ സമൂലമായ സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു പരീക്ഷണം ആരംഭിച്ചു. ഉറച്ച കമ്മ്യൂണിസ്റ്റായിരുന്ന ഹോക്സ മതത്തെ അടിച്ചമർത്തലിന്റെ ഉപകരണമായും തന്റെ ഏകാധിപത്യ ഭരണകൂടത്തിന് ഭീഷണിയായും കണ്ടു. 1967 അദ്ദേഹം അൽബേനിയയെ നിരീശ്വരവാദിയായി പ്രഖ്യാപിച്ചു. ഭരണകൂടം പള്ളികളും മസ്ജിദുകളും തകർത്തു, മതനേതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടു, പൊതുവിശ്വാസ പ്രകടനങ്ങൾ നിരോധിക്കപ്പെട്ടു, മതം ഉന്മൂലനം ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ കാമ്പയിൻ നിരന്തരമായിരുന്നു. ആരാധനാലയങ്ങൾ മതേതര സ്ഥാപനങ്ങളാക്കി മാറ്റി, മതഗ്രന്ഥങ്ങൾ കത്തിച്ചു. തങ്ങളുടെ വിശ്വാസം ആചരിക്കാൻ തുനിഞ്ഞ അൽബേനിയക്കാർക്ക് തടവോ വധശിക്ഷയോ ഉൾപ്പെടെയുള്ള കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. പല അൽബേനിയക്കാർക്കും കമ്മ്യൂണിസ്റ്റ് യുഗം ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും സമയമായിരുന്നു. മതം നിഷിദ്ധമായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവർ നിർബന്ധിതരായി. സർക്കാരിന്റെ പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 1991 കമ്മ്യൂണിസത്തിന്റെ പതനത്തോടെ അൽബേനിയ അതിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. രാജ്യത്തിന്റെ നിരീശ്വരവാദ പാരമ്പര്യം ഒരു വിവാദ വിഷയമായി തുടരുമ്പോൾ അനുഭവം അതിന്റെ സംസ്കാരത്തെയും സ്വത്വത്തെയും രൂപപ്പെടുത്തിയെന്നത് നിഷേധിക്കാനാവില്ല. ഇന്ന് അൽബേനിയ വൈവിധ്യവും ഊർജ്ജസ്വലവുമായ ഒരു രാഷ്ട്രമാണ്. അത് പതുക്കെ അതിന്റെ മതപൈതൃകം പുനർനിർമ്മിക്കുന്നു.